നോമ്പൊക്കെയല്ല. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചിക്കൻ റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം വീട്ടിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ ചിക്കൻ റോള്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ബ്രെഡ് വേണം, കോഴിമുട്ട വേണം, പിന്നെ റസ്ക് പൊടി വേണം, പിന്നെ എന്താണെന്ന് വെച്ചാൽ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ബിരിയാണി മസാല, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആവശ്യത്തിന് ഇടാനുള്ളത്. പിന്നെ ഞാൻ 3 വെല്ലുള്ളിയാണ് ഇവിടെ എടുത്തത്. പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കുറച്ച് ഇഞ്ചിയും 2 പച്ചമുളകും, പിന്നെ വെളുത്തുള്ളി വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി. അപ്പോൾ ഇത്രയാണ്, കുറച്ച് അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചിക്കന് ഞാനിവിടെ പൊരിച്ച് വെച്ചതാണ്. അപ്പോൾ എല്ലില്ലാത്ത പീസാണ് എടുക്കുന്നത് നല്ലത്. ഞാനിപ്പോൾ ഇവിടെ എല്ലുള്ള പീസ് അതിനോട് അതാണ് എടുത്തത്. അപ്പോൾ നമുക്ക് ആദ്യം ഫില്ലിങ് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് അടുപ്പത്തൊരു പാന് വെച്ചെടുക്കാം. അപ്പോൾ ആ പാന് ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചെടുക്കാം. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച എല്ലാ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കരിവേപ്പിൻ്റെ ഇലയും പച്ചമുളകും എല്ലാം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. മസാല നല്ലോണം വാടി വരുന്നത് പോലെ നല്ലോണം വഴറ്റി കൊടുക്കുക. അപ്പം മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പം മസാല വേഗം ഒന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം കുറച്ച് കളറ് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഉപ്പ് എല്ലായിടത്തും ആവുന്നത് വരെ നല്ലോണം ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ മസാല ഇപ്പോൾ നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ബിരിയാണി മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലയൊക്കെ നല്ലോണം അതിലേക്ക് ആയി വരുന്നവരെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അത് മാറ്റി വെക്കുക. എന്നിട്ട് ഒരു ജാറിലേക്ക് നമുക്ക് ചിക്കന് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ അതിലേക്ക് ഞാനിപ്പം എല്ലുള്ള പീസായതിനോട് എനിക്കിങ്ങനെ എല്ലില്ലാത്ത പീസാണെങ്കിൽ അതിൽ നേരെ ഇട്ടെടുത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. പിന്നെ എല്ലുള്ള പീസായതിനോട് അതിലിങ്ങനെ മുറിച്ചിട്ടെടുക്കുകയാണ്. അപ്പോൾ നല്ലോണം അങ്ങനെ മുറിച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഫുള്ള് മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളത് നല്ലോണം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രഷ് ചെയ്തെടുത്ത ചിക്കന് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കിയിട്ട് നല്ലോണം യോജിപ്പിക്കുക, മസാലയിലേക്ക് യോജിപ്പിക്കുക. എന്നിട്ട് അത് മാറ്റി വെക്കുക. എന്നിട്ട് വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കണം. അപ്പം നമുക്ക് ബ്രെഡ് ആവിയിൽ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെക്കുക. ഇഡലി ചെമ്പുണ്ടെങ്കിൽ അതിൽ വെച്ചാലും മതി. ആവി കയറ്റി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ തിളച്ച് വരുമ്പോൾ നമുക്കൊരു ഓട്ടമുള്ള എന്തെങ്കിലും ഒരു പാത്രം വെച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ പാത്രമാണ് വെച്ചെടുക്കേണ്ടത്. ഇഡ്ഡലീൻ്റെ ചെമ്പാണെങ്കിൽ അപ്പോൾ അതിൻ്റെ പാത്രം അതിൽ ഓൾറെഡി അതിൽ അത് വെച്ചെടുക്കുക. എന്നിട്ട് ബ്രെഡ് അതിലേക്ക് വെച്ചെടുത്തിട്ട് അടച്ച് വെക്കുക. എന്നിട്ട് ഒരു ഭാഗം നല്ലപോലെ ഇങ്ങനെ വാടി വരുമ്പോൾ തുറന്നിട്ട് നമുക്ക്
സ്പൂൺ വെച്ചിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി അടച്ച് വെക്കുക. ഇപ്പോൾ 2 മിനിറ്റ് ആവി കയറി വരുമ്പോൾ തന്നെ എന്നിട്ട് ചൂടോടെ എടുത്തിട്ട് തന്നെ നല്ലോണം നമ്മളെ കൈ വെച്ചിട്ട് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ലോണം കൈ വെച്ചിട്ട് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക. ചൂടാറിയാൽ പരക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച മസാലയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മളെ ഫില്ലിങ് അതിലേക്ക് ആക്കി കൊടുക്കുക. അതിൻ്റെ ശേഷം ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. റോൾ ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ ആവിയിൽ ആ ചൂടോടെ ആകുമ്പോൾ തന്നെ അത് നല്ലോണം അങ്ങോട്ട് ഒട്ടി അവിടെ സൈഡ് നല്ലോണം പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഒട്ടി വരും. അപ്പോൾ ഇത് നല്ലോണം അങ്ങനെ പ്രസ് ചെയ്ത് അവിടെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെക്കാം. അങ്ങനെ നമ്മളെല്ലാ ഇതും അങ്ങനെ ചെയ്തെടുത്തിട്ട് കോഴിമുട്ട മിക്സ് ആക്കിയതും പിന്നെ റസ്ക് പൊടി എടുക്കുക. എന്നിട്ട് അതിൽ നമ്മൾ ആ റോൾ ചെയ്ത് വെച്ച ഓരോന്ന് എടുത്തിട്ട് ഈ കോഴിമുട്ട മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ 2 കോഴിമുട്ടയാണ് എടുത്ത്. അപ്പോൾ അതിൽ നല്ലോണം അതിലിട്ടിട്ട് ഇങ്ങനെ നല്ലോണം കോഴിമുട്ട അതിലാക്കി കൊടുക്കുക. എന്നിട്ട് റസ്ക് പൊടിയിൽ മുക്കുക. നല്ലോണം കോഴിമുട്ടേൻ്റെ ഇതാക്കിയതിൻ്റെ ശേഷം റസ്ക് പൊടിയിൽ മുക്കുക. അപ്പം അങ്ങനെ എല്ലാതും നമ്മളങ്ങനെ ചെയ്തെടുക്കുക. റസ്ക് പൊടിയിൽ മുക്കുക. എന്നിട്ട് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്തേക്ക് വെക്കുക. എന്നിട്ട് അതിലേക്ക് ഓയിൽ വെച്ച് കൊടുക്കുക. അവിടെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തത്. എന്നിട്ട് ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ റസ്ക് പൊടിയിൽ മുക്കി വെച്ച് ആ റോൾ ഇട്ട് കൊടുക്കുക. അത് മസാല വെന്തതുകൊണ്ട് തന്നെ ബ്രെഡിന് അധികം വേവുണ്ടാവില്ല. പിന്നെ റസ്ക് പൊടി ആയതുകൊണ്ട് തന്നെ വേഗം കളറ് മാറും ചെയ്യും. അപ്പോൾ നമുക്ക് വേഗം എടുക്കാം. 2 മിനിറ്റ് വെച്ച് കുറച്ച് വെച്ചാൽ മതി. ജസ്റ്റ് അങ്ങോട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് എടുക്കുക. റസ്ക് പൊടി ആയതുകൊണ്ട് തന്നെ വേഗം കളറ് മാറുകയും ചെയ്യും. അപ്പോൾ ബ്രെഡിന് അധികം വേവുണ്ടാവില്ലല്ലോ ഒക്കെ. പിന്നെ ഉള്ളിലുള്ള മസാല വെന്തതുകൊണ്ട് തന്നെ നമുക്ക് അധികം ഇതിൽ എണ്ണയിലിടേണ്ട ആവശ്യമില്ല. എന്നിട്ട് ആയതിൻ്റെ ശേഷം കുറച്ചൊന്ന് കളർ മാറിയതിൻ്റെ ശേഷം വേഗം എടുക്കുക. അങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ച എല്ലാ റോളും ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ചിക്കൻ റോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ചിക്കൻ റോളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ.